നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു. നിരവധി വിഷയങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നും വരിക. നിങ്ങളൊരു മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ കേരളത്തിലെ പൊതുസമൂഹത്തോട്? ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ, കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ്. ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത്. നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു. ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നത്, അതിന്റെ ഭാഗമായിട്ടുള്ള ചേരിപിടുത്തത്തിന്റെയും മത്സരത്തിന്റെയും കഥകൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അവരെ പലതരത്തിലും ഉപയോഗിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ നമ്മുടെ നാട്ടില് ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ മാറ്റം വരുത്താനാണ് അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം LDF സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത്. അതില് 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ സമഗ്രമായ ഒരു നിയമം തന്നെ വന്നു. എന്നാൽ 2016 ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട്. ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്നതായി ദൃശ്യങ്ങളിൽ കണ്ട പോലീസുകാരെ പിരിച്ചുവിടണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇവരെ പിരിച്ചുവിടും എന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിക്കണം എന്നാണ് പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടത്. ഈ പോലീസുകാരുടെ 2 കൊല്ലത്തെ ഇൻക്രിമെൻ്റ് തടഞ്ഞു എന്നും ഇവർ സസ്പെൻഷനിലാണ് എന്നും തുടർ ശിക്ഷ തീരുമാനിക്കാൻ വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിലപ്പുറം ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു ആഭ്യന്തരമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? പോലീസ് സ്റ്റേഷനിൽ പൗരനെ ദേഹോപദ്രവം ഏൽപ്പിച്ച പോലീസുകാരെ പിരിച്ചുവിടും എന്ന് അന്വേഷണം നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പ്രഖ്യാപിക്കാനാവുമോ? അങ്ങനെ മുഖ്യമന്ത്രി ചെയ്തിരിക്കണം എന്ന പ്രതിപക്ഷത്തിൻ്റെ ഗോഗ്വാവിളിയുടെ ഉദ്ദേശ്യം എന്താണ്? അങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം നടത്തിയ സഭാ ബഹിഷ്കരണം സമരമോ സമരാഭാസമോ? അങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും വരെ നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷം പ്രഖ്യാപിച്ച 2 MLA-മാരുടെ ധർണ സത്യാഗ്രഹമോ അത്യാഗ്രഹമോ? ഇന്ന് ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് M. വിജിൻ MLA, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ. സേനാപതി വേണു, താങ്കളിലേക്ക്. ഇന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്നതായി ദൃശ്യങ്ങളിൽ വന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം പ്രഖ്യാപിക്കുന്നു. 10-20 ദിവസമായി UDF ഇത്തരത്തിലുള്ള ഒരു ഒരുക്കം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇന്ന് ഈ അടിയന്തര പ്രമേയാവതരണം, അതിനുശേഷമുള്ള സമരപ്രഖ്യാപനം, അത് ചാരിതാർത്ഥ്യത്തോടെ ചെയ്യാൻ UDF-നായിട്ടുണ്ടോ? എന്താണ് ഇന്ന് ഈ ചർച്ച തുടങ്ങി വയ്ക്കാൻ അതിന് പ്രാരംഭമായി വേണുവക്കീൽ പറയുക? ഡോക്ടറെ, ഞാൻ ആമുഖമായി നമ്മുടെ രാഷ്ട്രീയമൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, അങ്ങയുടെ ഒരു ബന്ധു അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു, അല്ലെ ജയചന്ദ്രൻ സാറിൻ്റെ അല്ലെ വിജിൻ്റെ ആയിക്കോട്ടെ, ഒരു ബന്ധു ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ഒരു എന്താ പറഞ്ഞ മർദ്ദനത്തിന് ഇരയായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ ഒരു പ്രതികരണം? സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ ഒരു ചോദ്യം അങ്ങയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഞാൻ ഇവിടെ ഇപ്പം നമ്മൾ പലവട്ടം ഈ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ഞാനൊരു 2 ലൈൻ വായിച്ച് കേട്ട് അങ്ങ് അതിനുള്ള സമയം എനിക്ക് തരണം എന്നുള്ളതാണ്. അവർ 2 പേർ ആദ്യ റൗണ്ട് അടിച്ചു. CI അടക്കം 3 ആളുകൾ പിന്നീട് കടന്നു വന്നു. അങ്ങനെ 5 പേരായി. തല്ലലിന്റെ മാതിരി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏകദേശം കേരളത്തെ പറ്റി അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. 5 ആളുകൾ ഇട്ട് തല്ലുകയാണ്. എല്ലാ രീതിയിലും തല്ലി.
പല ഘട്ടങ്ങളിലിട്ട് പല പ്രാവശ്യമായിട്ട് ഞാൻ വീഴുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്. അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. എഴുന്നേൽക്കാതായതോടുകൂടി അവരെല്ലാവരും മാറി മാറി എൻ്റെ പുറത്ത് ചവിട്ടി, എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്രമാത്രം ചവിട്ടി, അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി. ഞാനിതൊരു നിയമസഭാ രേഖയുടെ എന്താ പറയുക, അതിൻ്റെ ഒരു 2 സെന്റൻസ് ആണ് ഇവിടെ വായിച്ചത്. ഇതെന്തിനു വേണ്ടി 50 വർഷം മുമ്പ് അല്ലെ 49 വർഷം മുമ്പ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ ഇത്രയും വികാരാധീനനായി അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത്? ഞാൻ ചോദിക്കുന്നു, 50 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിലെ ആ സാഹചര്യത്തിൽ നിന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ആ ചെറുപ്പക്കാരനുണ്ടായ ഇന്നത്തെ അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? അവിടെ 5 പേര്, 2 CI, ബാക്കിയുള്ളവർ വന്ന് 20 മിനിറ്റ് നേരം അദ്ദേഹത്തെ, അന്നത്തെ യുവ MLA ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തെ ചവിട്ടി, എന്താ പറയുക, അദ്ദേഹം ബോധം മറയുന്നത് വരെ അല്ലെ പോലീസുകാർ മടുക്കുന്നത് വരെ അദ്ദേഹത്തെ തല്ലി എന്നുള്ളത് എത്രയോ വൈകാരികമായിട്ടാണ് അന്ന് കെ കരുണാകരന്റെ മുമ്പാകെ അന്നത്തെ കൂത്തുപറമ്പ് MLA അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, 50 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ, അന്ന് ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളോ അതല്ല എങ്കിൽ അങ്ങനെയുള്ള ചിത്രങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടില്ല. ഇവിടെ നമ്മൾ നേരിട്ട് കാണുകയാണ് ഡോക്ടറെ. അതല്ലേ നമ്മുടെ അതിന് ഞാൻ ചോദിക്കുന്ന, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവർക്കിങ്ങനെ ആളുകളെ തല്ലി അല്ലെങ്കിൽ മർദ്ദിച്ച് കുനിച്ചു നിർത്തി പുറത്തിടിക്കുവാൻ അല്ലെങ്കിൽ അവന്റെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കുവാൻ ഇത് എങ്ങനെ ഈ ധൈര്യമുണ്ടായി? ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നല്ലാതെ ഇവരുടെ 2 ഇൻക്രിമെന്റ് കട്ട് ചെയ്ത് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് അതല്ലെങ്കിൽ ഇവരെ പദവിയിൽ നിന്ന് താഴ്ത്തി അല്ല. ഇവർ നരാധമന്മാരാണ്. ഇവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം ഇതിന് സമാനമായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിലെ സാത്താംകുളം പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ആ കോവിഡ് കാലത്ത് ഒരു അച്ഛനെയും മകനെയും പിടിച്ചുകൊണ്ടുപോയി പോലീസ് ചെയ്ത നിഷ്ഠൂരമായ നടപടി അത് ലോകം ഭയത്തോടെ തന്നെ. കാരണം അവരുടെ പിന്നിലൂടെ എന്താ പറഞ്ഞ ലാത്തി കുത്തിക്കയറ്റി എത്രയോ ഭീകരമായ രീതിയിൽ സാത്താംകുളം പോലീസ് സ്റ്റേഷന് സമാനമായ മർദ്ദന മുറകൾ കേരളത്തിൽ, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ എല്ലാ കാലഘട്ടത്തിലും പോലീസ് മർദ്ദനത്തിനെതിരെ എത്രയോ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയ ഒരു പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ ഉണ്ടായിരിക്കുന്ന മർദ്ദനത്തിൽ അതിന്റെ പ്രതികളെ പിരിച്ചുവിടണമെന്നല്ലാതെ ഞങ്ങൾ ഇവരുടെ എൻഗേജ്മെന്റ് കട്ട് ചെയ്യണം എന്നല്ല, ഞങ്ങൾ ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടും. ആ ആവശ്യത്തിന്റെ മുന്നിൽ ഞങ്ങൾ സമരവുമായിട്ട് രംഗത്ത് വരും. നടപടികൾ എടുക്കേണ്ടത് ഗവൺമെന്റാണ്. ജനാധിപത്യ ഗവൺമെന്റിന് ഉണ്ടാകുന്ന പരിമിതികളൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ തിരിച്ചു വരാം. വിജിൻ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുക ഈ പോലീസുകാരെ പിരിച്ചുവിടണം, അവരെ സർവീസിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ആവശ്യപ്പെടുക എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. രാഷ്ട്രീയ കക്ഷികൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ആ പിരിച്ചുവിടൽ നിയമസഭയിൽ പ്രഖ്യാപിക്കണം എന്ന് വീണ്ടും ഉപചോദ്യമായി ഇടപെടലായി പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നത് കണ്ടു. മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ 2 ഇൻക്രിമെൻ്റ് കയ്യോടെ കട്ട് ചെയ്തിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്, പിന്നീട് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇനിയുള്ള തിരുത്തൽ നടപടികൾക്കായി, കൂടുതൽ നടപടികൾക്കായി അന്വേഷണം നടക്കുകയാണ്. ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് സ്വമേധയാ ഈ അന്വേഷണം നടക്കെ ഈ പോലീസുകാരെ പിരിച്ചുവിടും എന്നൊരു ഉറപ്പ് നിയമസഭയ്ക്ക് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ആവശ്യം സമരത്തിൻ്റെ ആവശ്യമായിരിക്കാം. സഭാ തലത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുന്നതിനോട് എന്തു പറയുന്നു? ഒപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, 20 ദിവസമായി കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളുടെ വാർത്തകളുടെ പരമ്പരകൾ പുറത്തിറക്കിക്കൊണ്ട് മാധ്യമങ്ങളും ഒപ്പം തന്നെ അതിനോടൊത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ട് UDFും മപ്പടിക്കുകയായിരുന്നു. 20 ദിവസം മപ്പടിച്ചിട്ട് ഗോദായിലേക്ക് ഇറങ്ങിയ ഒരു പ്രകടനമാണ് ഇന്ന് നിയമസഭാ തലത്തിൽ പ്രതിപക്ഷം കാഴ്ചവെച്ചത്. ആ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പിരിച്ചുവിടാൻ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ? പ്രതിപക്ഷ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? M. വിജിൻ. ഇതിൽ 2 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് കൂടി ചില ഭാഗങ്ങളിൽ ഞാൻ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം ഇന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ന് ബഹുമാനപ്പെട്ട നിയമസഭാ അംഗം ശ്രീ മാത്യു ടി തോമസ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം സൂചിപ്പിച്ച, അത് നിയമസഭാ രേഖയിൽ കൂടി വന്നൊരു ഭാഗമാണ്, അദ്ദേഹം സൂചിപ്പിച്ചൊരു ഭാഗമുണ്ട്. അടിയന്തര പ്രമേയത്തിന് സാധാരണ നോട്ടീസ് സ്പീക്കറുടെ ഓഫീസിൽ ഒരു 8 മണിക്ക് ശേഷമാണ് കൊടുക്കുക. 8 മണിക്ക് ശേഷം 7 മണി മുതൽ ഇന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ
അടിയന്തര പ്രമേയം പോലീസുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അതുമാത്രമല്ല അതിൻ്റെ അവതാരകൻ റോജി എം ജോണുമാണെന്ന് കൃത്യമായി 7 മണി മുതൽ ചില മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ ഉപയോഗിച്ചത് ഇവിടെ കൃത്യമായി അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം, കേരളത്തിലെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു അടിയന്തര പ്രമേയമാണ്, അവതരണമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് എന്നാണ്. സ്വാഭാവികമായിട്ടത് നമുക്ക് അങ്ങനെ തന്നെ കാണാം. 8 മണിക്ക് സ്പീക്കർക്ക് അവതാരകൻ ആര് എന്ന് ഓഫീസിൽ നോട്ടീസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ 7 മണി മുതൽ മാധ്യമങ്ങളിൽ വരും. അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്, ഇന്ന് അവതരിപ്പിച്ചത് ഒരു നനഞ്ഞ പടക്കമായിരുന്നില്ലേ? ഞാൻ കേരള നിയമസഭയിൽ 15ാം നിയമസഭയിൽ അംഗമായി വന്ന ഒരാളാണ്. 4 വർഷമായി നിയമസഭയിലിരിക്കുന്നു. ഈ റോജി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവരുടെ അവതരണങ്ങൾ ഞാൻ ഒരുപാട് കേട്ടതാണ്. കാരണം അവരൊക്കെ ഓരോ വിഷയത്തിലും നടന്ന ഇടപെടലുകൾ. ഇന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ എന്ന മട്ടിലാണ് അവരുടെ വിഷയാവതരണം ഉണ്ടായത് എന്നതിൽ ഒരു സംശയവുമില്ല. നനഞ്ഞ പടക്കം തന്നെയാണ് ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭരണപക്ഷത്തെ MLA-മാരും എണ്ണിയാണ് മറുപടി പറഞ്ഞത്. ഒരു ഭാഗമോടെ ബാക്കി വെച്ചിട്ടില്ല. എണ്ണി കേരള നിയമസഭയിൽ 2.5 മണിക്കൂർ നടന്ന ഈ അടിയന്തര പ്രമേയത്തിൻ്റെ പ്രത്യേക ചർച്ച, അതിൽ ശക്തമായ ഭാഗങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിലൊന്ന്, ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ചോദിച്ചു, ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ കുടുംബത്തിലാണെങ്കിലും അങ്ങയുടെ കുടുംബത്തിലാണെങ്കിലും കേരളത്തിലെ ഏതൊരാളുടെ കുടുംബത്തിലാണെങ്കിലും ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പോലീസിൽ പരാതി കൊടുക്കും. കുറ്റക്കാർക്കെതിരായ നടപടി സ്വീകരിക്കണമെന്നത് ആവശ്യം തന്നെയാണ്. ഇവിടെ കേരളത്തിൻ്റെ പോലീസ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച സമീപനം എന്താ? ഇവിടെ മറ്റൊരു ഭാഗം നാം കാണേണ്ടത് 12/4/2023. ആ 12/4/2023 2.5 വർഷം മുന്നെയാണ് ആദ്യമായിട്ടൊരു പരാതി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. സംഭവം നടന്നത് 2.5 വർഷം മുന്നെയാണ്. 2.5 വർഷം മുന്നേ സംഭവം നടന്ന് അതിനുശേഷം ഈ 15ാം നിയമസഭയുടെ 9, 10, 11, 12, 13 നിയമസഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞു. ആ നിയമസഭാ സമ്മേളനങ്ങളിലൊന്നും 2.5 വർഷം മുന്നേ നടന്ന ഈ വിഷയം അടിയന്തര പ്രമേയമായി വന്നില്ല. അത് ഒരു ഭാഗത്തിരിക്കട്ടെ, അത് അവരുടെ എപ്പോൾ കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അതിൽ ചില ഭാഗങ്ങളുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി കൊടുത്തപ്പോൾ തന്നെ ഇതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തിയിട്ട് ആദ്യഘട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ സ്ഥലം മാറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തു. പിന്നീടാണ് 2025 ഇത് കൂടുതലായ അന്വേഷണം വേണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷൻ നടപടിയിലാണ്, തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ചർച്ച, കൈരളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ച നിയമവിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാണുന്നുണ്ടാകും, അഭിഭാഷകർ കാണുന്നുണ്ടാകും. കേരള നിയമസഭയിൽ വന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയോട് ഇപ്പോൾ നടപടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നടപടി എടുക്കാൻ പറ്റുമോ? അത് നിലനിൽക്കുന്ന ഒന്നാവുമോ? അതിൽ കൃത്യമായി അന്വേഷണം നടത്തി സസ്പെൻഷനിലാണ്. ഈ പ്രതികളെ കേരള ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് പോലീസ് സംരക്ഷിച്ചിട്ടില്ല. അവർ നിലവിൽ സസ്പെൻഷനിലാണ്. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ കൂടുതലായി കണ്ടോ? അത് അപ്പോൾ ആലോചിക്കേണ്ടതല്ലേ? നിയമസഭയിൽ ഒരു മറുപടി കൊടുക്കേണ്ടതാണോ? ഇവിടെ ഒരു ഭാഗം കൂടി കാണേണ്ടത്, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ? ഈ 9 വർഷം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസിൽ 144 പേരെയാണ് ഡിസ്മിസ് ചെയ്തത്, സർവീസിൽ നിന്ന് പുറത്താക്കിയത്. കേരള ചരിത്രത്തിലെടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്ന് പ്രതിപക്ഷത്തോട് ചോദിച്ചപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല എഴുന്നേറ്റ് ചില ഭാഗങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വേറെ എണ്ണമോ കണക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എത്രയാണ് നിങ്ങളുടെ കാലത്ത് ഡിസ്മിസ് ചെയ്ത എണ്ണം പറയൂ. 144 പേരെ സർവീസിൽ. അത് പല തരങ്ങളുണ്ട്, അഴിമതിയുണ്ട്, പോലീസിൽ യോജിക്കാത്ത നിലയിലുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്മിസ് ചെയ്തൊരു ഗവൺമെൻറ്റാണ്. ഈ കണക്ക് വെച്ചുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഇവിടെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല, പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. മറ്റൊരു ഭാഗം എന്താ? അത് ബഹുമാന്യനായ KT ജലീൽ ഇന്ന് നിയമസഭയിൽ പറഞ്ഞൊരു ഭാഗമാണ്. പുഴുക്കുത്തുകൾ എല്ലാത്തിലും ഉണ്ടാവും. അദ്ദേഹം വളരെ കൃത്യമായ ഒരു പ്രയോഗമാണ് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ വെച്ച് പരാമർശം വെച്ചുകൊണ്ട് ചോദിച്ചു, എല്ലാ കോൺഗ്രസ്സുകാരും അങ്ങനെയാണോ എന്നുള്ളത് അടുത്ത ജലീലിൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? എല്ലാ ലീഗുകാരും അങ്ങനെയാണോ? അല്ല, പുഴുക്കുത്തുകളുണ്ടാവും. അത് പോലീസിലുണ്ട്, പോലീസ് സേനയിലുമുണ്ട്. അപ്പോൾ അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക. ഇവിടെ ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച എല്ലാ കേസുകളിലും ഞാനിത് ആവർത്തിക്കുന്നില്ല, പീച്ചിയിലെ ഹോട്ടലാവട്ടെ, കൊല്ലം കണ്ണനല്ലൂരാവട്ടെ, മൂവാറ്റുപുഴയിലാവട്ടെ, എല്ലാത്തിലും
വളരെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പോലീസ്. അതുകൊണ്ട് തന്നെ വളരെ മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരള പോലീസ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയാണ്. ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും അവിടെ ഒരു ഘടകമായി വന്നിട്ടില്ല. തെറ്റുകാരാണോ ആ തെറ്റുകാർക്കെതിരായ നടപടി സ്വീകരിക്കും. പക്ഷേ ഇവിടെ എന്താ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഡ്രാമയാണ്. നിങ്ങൾ നടത്തുന്നത് സമരമെന്നത് സമര നാടകമാണ്, ഒരു സംശയം വേണ്ട. അതാണ് ഈ കൈരളിയുടെ ഇന്ന് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡിങ്ങിൻ്റെ ഭാഗം. സത്യാഗ്രഹമോ അത്യാഗ്രഹമോ? നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ കൃത്യമായി നടപടി സ്വീകരിച്ച് വീണ്ടും സസ്പെൻഷൻ കൊടുത്തും അന്വേഷണം നടക്കുന്ന ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ഡ്രാമ നടത്തി കേരളത്തിലെ ജനങ്ങളെ ആകെ അതിൽ പറ്റിച്ചു പോകാമെന്നാണോ? കേരളത്തിലെ ജനങ്ങളെല്ലാം അത് തിരിച്ചറിയും. കൃത്യമായി അന്വേഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത്. ജയചന്ദ്രൻ, താങ്കൾ ദീർഘകാലം രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്ത മാധ്യമ പ്രവർത്തകനാണ്. താങ്കൾ എന്ത് കരുതുന്നു? 10-20 ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ നേരത്തെ ഉണ്ടായിരുന്നതും പുതുതായി നടന്നതുമായ പോലീസ് ചെയ്തികളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വെച്ച് പ്രതിപക്ഷം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു ഉപക്ഷേപം, സഭാ നടപടി നിർത്തിവെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നൊരു ഉപക്ഷേപം പ്രതീക്ഷിച്ചത് തന്നെയാണ്. അത് ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറാവുകയും 15ാമത് സഭയിലെ 14ാമത് ചർച്ചയായി അത് നടക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷം അവരുടെ കേസ് വിദഗ്ധമായി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചോ, ഭരണപക്ഷം അവർക്ക് നേരെ വന്ന ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ വിജയിച്ചോ? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയമായ ഒരു ഉത്തരം, അന്തിമ ഫലം? ജയചന്ദ്രൻ. NBC ഇത് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം പ്രതിപക്ഷം അവതരിപ്പിക്കും എന്ന് നമ്മൾ സ്വാഭാവികമായും കണ്ടിരുന്നതാണ്. ഒരു സംശയമില്ലാതെ പറയാൻ കണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് സംഭവിച്ചത്, ഇങ്ങനെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ ഗവൺമെൻറ് അതിന് വഴങ്ങുമെന്നും ഇങ്ങനെ ചർച്ച നടത്തുമെന്നും സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല ഈ പ്രതിപക്ഷം. അതാണ് ഇന്നത്തെ ഫ്ലോറിൽ കണ്ടത്. കാരണം ഒട്ടും ഹോംവർക്ക് ചെയ്യാതെ വന്ന ഒരാളെ പോലെയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ പെരുമാറിയത്. അദ്ദേഹത്തിൻ്റെ ഭാഷയും ശരീരഭാഷയും ഒക്കെ എന്തോ ഒരു വല്ലാത്ത ഒരു വെപ്രാളം പൂണ്ടു നിൽക്കുന്ന ഒരാൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടാൽ തോന്നുമായിരുന്നത്. പിന്നീട് തുടർന്ന് വന്ന ഓരോരുത്തരുടെയും പ്രസംഗം എത്രമേൽ അവർ ഞാനീ പറഞ്ഞ പോലെ ഹോംവർക്ക് ഇല്ലാതെയാണ് വന്നതെന്നുള്ളതിന് തെളിവായിരുന്നു. മാത്യു കുഴൽനാടൻ സംസാരിക്കുമ്പം അതുതന്നെയാണ് ഇപ്പോൾ പ്രിയ സുഹൃത്ത് ശ്രീ സേനാപതി വേണു ഉദ്ധരിച്ചത്. പിണറായി വിജയൻ്റെ നിയമസഭാ പ്രസംഗം 1977 മാർച്ച് 30 നിയമസഭയിൽ രക്തം പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രശസ്തമായ പ്രസംഗമുണ്ടല്ലോ, അത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് മുഖ്യമന്ത്രി അങ്ങേക്ക് നേരെയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒട്ടും ഹോംവർക്ക് ചെയ്യാത്തൊരു സംഗതിയാണ്. എന്നിട്ടാണ് അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം വരുന്നത്, ഇവരെ ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ, സേനയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ സഹകരിക്കില്ല. അദ്ദേഹത്തിനറിയാം, കാര്യം അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു. തിരക്ക് പിടിച്ച പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് വരെ MLA ആയിരുന്നപ്പോഴും ഒക്കെ. ഒരിക്കലും കഴിയില്ല അങ്ങനെ ഇവിടെ പ്രതിപക്ഷം അങ്ങോട്ട് ആക്രോശിച്ചാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. മർദ്ദനമേറ്റവർക്കെല്ലാം മനുഷ്യാവകാശമുണ്ട്, നിശ്ചയമായും ഉണ്ട്. നമ്മളത് എവിടെ ഉയർത്തിപ്പിടിക്കുകയും പറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവർ പുറത്താക്കണമെന്ന് പറയുന്ന പോലീസുകാർക്കുള്ള മനുഷ്യാവകാശം. അതും പരിഗണിക്കാതിരിക്കാൻ കഴിയും ഒരു ഭരണകൂടത്തിന്. ഫ്ലോറിൽ ബഹളം ഉണ്ടാക്കിയാൽ ഉടനെ ഇതാ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ, ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ. അതാണ് പറഞ്ഞത്. ടെർമിനേറ്റ് ചെയ്തതിൻ്റെ കണക്ക് NBC പറയുകയാണെങ്കിൽ കൃത്യമായ കണക്ക് ഞാൻ പറയാം. ഈ 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം, നക്ഷത്ര ചിഹ്നമിടാത്ത നിയമസഭാ ചോദ്യം നമ്പർ 112 മറുപടി സർക്കാർ DGP സർക്കാരിന് വേണ്ടി തയ്യാറാക്കി സർക്കാരിൻ്റെ കൊടുത്ത മറുപടി ഫ്ലോറിൽ വെച്ചതാണിത്. ചോദ്യം: മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളുടെ എണ്ണം എത്രയാണെന്നും ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും വ്യക്തമാക്കുമോ? ഉത്തരം: മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ, അതായത് 25/5/2016 മുതൽ 2/6/2024 വരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ 1073 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആയതിൻ്റെ വിശദാംശം അനുബന്ധം 1 കൊടുത്തിരിക്കുന്നു.
അടുത്ത ചോദ്യം, മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന വിവരം, ഇവരുടെ തസ്തിക, ജില്ല എന്നിവ തരംതിരിച്ച് വ്യക്തമാക്കുമോ? ഉത്തരം, 2016 മുതൽ 9/6/2024 വരെയുള്ള കാലയളവിൽ ഗുരുതര ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് വകുപ്പിൽ നിന്ന് 108 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശം അനുബന്ധം 2-ൽ. ഇത് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എന്ന് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അതിനുശേഷം 2024 ഒക്ടോബർ മുതൽ ഈ 2020 സെപ്റ്റംബർ ആദ്യവാരം വരെയുള്ള കണക്കിൽ 36 പേരെ കൂടെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 144 പേരുടെ കണക്ക് പുറത്തു വരുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. സേനാപതി വേണു ഈ ചർച്ചയിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് പറയുകയാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കാലത്ത്, അല്ല അതിനു മുമ്പ് തിരുവഞ്ചൂരിൻ്റെ കാലത്ത് 2012 ഇവിടെ അന്ന് 543 പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ പുറത്തു കൊടുത്ത വിവരം. ആദ്യം കൊടുക്കാൻ തയ്യാറായില്ല, MLA-മാർ ചോദിച്ചു, തയ്യാറായില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം നമ്മുടെ പുതുശ്ശേരിയുള്ള ജോസഫും പുതുശ്ശേരി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് 543 ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ. അത് 2014 അന്ന് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. ഇതേ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി 1000 പേര് പോലീസിലെ ക്രിമിനൽസ്. ഡീറ്റെയിൽസ് കൊടുക്കില്ല, അങ്ങനെ കൊടുക്കാൻ വകുപ്പില്ല, RTA പ്രകാരം പോലും കൊടുത്തില്ല. ഇപ്പോൾ വേറെ അത് ഞാൻ അവരുടെ കാലത്ത് അത്രയും പറയുന്നുള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്, NPC, അതേ ഉള്ളൂ. പിന്നെ നമ്മുടെ 23-ൽ 5/4/23 സംഭവം ഉണ്ടാകുന്നത് സുജിത്തിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ 12-ാം തീയതിയാണ് റൂറൽ SPക്ക് പരാതി ചെല്ലുന്നത്. അത് DYSP DCRBക്ക് കൊടുക്കുന്നു. അദ്ദേഹം 22-ന് 2023 ഏപ്രിൽ 22-ന് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായി പിന്നെ ഡിപ്പാർട്ട്മെൻ്റൽ ഇൻറ്റേർണൽ എൻക്വയറി നടത്തിയിട്ട് പിന്നെ ഈ 4 പോലീസുകാർക്ക് അവരുടെ ഇൻക്രിമെൻ്റ് ബാർ ചെയ്യുന്നു, വിവിധ സ്ഥലങ്ങളിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ നടപടിയാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഗവൺമെൻറ് സംരക്ഷിക്കുകയാണോ? അവിടെയാണ് പിന്നെ ഈ പ്രതിപക്ഷം ബോധപൂർവം മറക്കുന്ന ചില കാര്യങ്ങളുള്ളത്. പോലീസിന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇല്ലാത്തതുപോലെ ഒരു ഇൻറ്റേർണൽ മെക്കാനിസം ഉണ്ട്. അറിയാത്ത ആളാവില്ല പ്രിയ സ്നേഹിതൻ സേനാപതി വേണു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഇൻറ്റേർണൽ മെക്കാനിസം? ഇത് പിന്നെ റൂൾ ഓഫ് ലോ ആണ് ഇവർ നോക്കേണ്ടത്. പിന്നെ ഈ അത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ ഇത് ഒരുപാട് കാലം കോടതിയും കേസും ഒക്കെ ആയിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഹൈറാർക്കിയിൽ തന്നെ ഇതിനൊരു മെക്കാനിസം, ഇൻറ്റേർണൽ മെക്കാനിസം, അത് പോലീസുകാർക്ക് നടപടിയെടുക്കാനുള്ള മെക്കാനിസമാണ്. അത് ശാസിക്കാം, ഇൻക്രിമെൻറ്റ് ബാർ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് പോലീസിൽ അനുവർത്തിച്ച് വരുന്നത്, കാലങ്ങളായി ഉള്ളതാണത്. അത് പിന്നെ ഇത് DIG വരെയുള്ളവർക്ക് ചെയ്യാൻ അധികാരമുണ്ട്. ഇവരെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ അധികാരം DGP സർക്കാരിനെ അറിയിച്ച സർക്കാരാണ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ മെക്കാനിസത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻറ്റേർണൽ മെക്കാനിസത്തിലാണ് ഈ പോലീസുകാർക്ക് നടപടിയെടുത്തത്. അപ്പോൾ സംഭവിച്ചത് എന്താണ്? അപ്പോൾ സംഭവിച്ചത് ഇയാൾ വിക്ടിമായിട്ടുള്ള ആൾ പിന്നെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുമായി പോയി. കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അന്വേഷിച്ചു, DIG അന്വേഷിച്ചു. അന്വേഷിച്ചതിൻ്റെ ഭാഗമായി പിന്നെ ഈ മാസം സെപ്റ്റംബർ 6-ന് അന്ന് കുറ്റം ചെയ്ത പോലീസുകാരിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഏതാ പിന്നെ ആ ഇൻറ്റേർണൽ മെക്കാനിസത്തിൻ്റെ നടപടിയല്ല. കോടതി പറഞ്ഞിട്ട് DIG അന്വേഷിച്ചിട്ട് DIG കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് ഈ സസ്പെൻഷൻ. എന്നിട്ട് ഒരു കാര്യം കൂടെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു, അത് പിന്നെ DIG വഴി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ട്? ഇനി പിന്നെ അത് പുനഃപരിശോധിക്കുകയാണ്, പഴയ ഡിപ്പാർട്ട്മെൻ്റൽ തലത്തിലെടുത്ത നടപടി പുനഃപരിശോധിക്കുകയാണ് എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ സർക്കാർ ചെയ്തത്. അങ്ങനെ സർക്കാരിന് ചെയ്യാൻ സാധിക്കൂ. അതല്ലാതെ ഈ ഇൻറ്റേർണൽ മെക്കാനിസം വേണ്ട, ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി വേണ്ട, ഒരു പരാതി കിട്ടി നേരെ പിരിച്ചു വിട്ടാരെ, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നേ. അത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്താ ചെയ്താൽ എന്നൊക്കെ ചോദിച്ചാൽ അത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുള്ളതല്ല, ജനങ്ങൾക്ക് മുഴുവൻ അവകാശപ്പെട്ടതാണ് ജനാധിപത്യം. അപ്പം ഇയാളുടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഏതാ കേസുകളുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ആ വാദം പരിപൂർണമാണ്. സേനാപതി വേണു, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കുന്നംകുളം
കേസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ വിശദമായൊരു പ്രതിപാദനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്. കുന്നംകുളം മാത്രമല്ല, കഴിഞ്ഞ 20 ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതും പ്രതിപക്ഷം ഉന്നയിച്ചതുമായ പീച്ചി, കണ്ണനല്ലൂർ തുടങ്ങി കുണ്ടറ വരെയുള്ള 8 കേസുകളിലും എന്ത് നടപടി എടുത്തു എന്ന് മുഖ്യമന്ത്രി അക്കമിട്ട് തന്നെ ഇന്ന് പറയുകയുണ്ടായി. ഒരു കേസും അൺഅറ്റൻഡഡ് അല്ല, എല്ലാത്തിലും നടപടി നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കേസ് അടക്കം എടുത്ത നടപടി ഉണ്ട്. ചിറയൻകീഴിൽ പെപ്പർ സ്പ്രേ കണ്ണിൽ അടിച്ചു എന്ന കേസിൽ ആ സംഭവത്തിൽ വരെ കേസുണ്ട്. ഇങ്ങനെ വിശദാംശങ്ങൾ പറയുകയാണ് അവിടെ ഉണ്ടായത്. ഇത്തരത്തിലുള്ളൊരു നടപടിക്രമത്തിൽ ഇതല്ലേ സാധ്യമായിട്ടുള്ളത്? ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ആവശ്യം വരും, രാഷ്ട്രീയ ആവശ്യങ്ങൾ എന്ന നിലയ്ക്ക് ഇവരെ വിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്ന് വരും. അത് ഒരു നിയമസഭാ ഫ്ലോറിൽ തന്നെ അത് മുഖ്യമന്ത്രി ആ പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചിരിക്കണം എന്ന ആവശ്യം പിൻബെഞ്ചുകളിൽ നിന്നല്ല, പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്. എന്താണ് മുദ്രാവാക്യങ്ങൾ, എന്താണ് ആവശ്യങ്ങൾ, എവിടെയാണ് ഇൻസിസ്റ്റ് ചെയ്യേണ്ടത് എന്ന ഗൃഹപാലം പോലും നടത്തിയില്ല എന്ന തരത്തിലുള്ള വിമർശനത്തിന് വഴിവെക്കുന്നില്ലേ? എന്താണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് വേണുവക്കീലിൻ്റെ വിശദീകരണം? ഒന്ന് ഇവിടെ ശ്രീ ജയചന്ദ്രൻ സാർ, ബഹുമാനായ MLA സി വിജിനും, ഞാൻ അവരോട് വിനീതമായിട്ട് ചോദിക്കുന്നത്, പ്രതിപക്ഷമോ മാധ്യമങ്ങളോ മാത്രമാണോ? ഇന്ന് മൂവാറ്റുപുഴ DYSP ഓഫീസിന് മുമ്പിലേക്ക് സമരവുമായിട്ട് പോയിരിക്കുന്നത് AIYF-കാരാണ്. അവര് പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലല്ലോ. അവര് എന്താണ് ആ DYSPക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം? അവിടുത്തെ ഒരു പച്ചക്കറി കടക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് ഇയാള് അവനെ മൃതപ്രയനാക്കിയിരിക്കുന്നു. ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ മർദ്ദനമേറ്റ ആൾക്ക് വേണ്ടിയാണ് AIYF-ന്റെ സമരം നടക്കുന്നത്. CPI-യുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ അതിലെ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം ഈ ഗവൺമെന്റിനെതിരെ പോലീസ് മർദ്ദനത്തെക്കുറിച്ചാണ്. അതും അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, ജയകൃഷ്ണൻ തണ്ണിത്തോട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം SFI-യുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആണല്ലോ. ഇനി പറയുമായിരിക്കും അടൂർ പ്രകാശിന്റെ കാലത്ത് ആ മർദ്ദനമേറ്റത്. ശേഷം അതിന് നടപടി സ്വീകരിക്കാനായിട്ട് ഈ മധുബാബു എന്ന് പറയുന്ന DYSP, അദ്ദേഹം കോടതിയാൽ ശിക്ഷിക്കപ്പെട്ടയാളുമാണ്. ഇവിടെ ജയചന്ദ്രൻ സാർ ചോദിച്ച പോലീസിന്റെ ഹൈറാർക്കിയും മെക്കാനിസവും ഞാൻ ചോദിക്കുന്നു. DPC, ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കമ്മിറ്റി ചേരുമ്പോൾ ഇയാൾ ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഇയാളുടെ പേരിൽ ഇന്ന ആരോപണങ്ങൾ നിൽക്കുന്നു. ഇയാൾ DYSP പ്രൊമോഷന് യോഗ്യനല്ല. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ലാത്ത കാരണം ഇവർക്കൊക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കുഞ്ഞുമയാണോ വല്യമ്മയാണോ എന്ന് എനിക്കറിയില്ല, സ്വന്തം മാതാവല്ല, അവര് നെഞ്ചത്തടിച്ചുകൊണ്ട് അവർ കരയുന്ന കണ്ടില്ലേ? ആ ചെറുപ്പക്കാരനെ എത്ര ഭീകരമായിട്ടാണ് പോലീസ് മർദ്ദിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇനി ഞാൻ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷൻ നടപടിയിലേക്ക് വരാം. സർ, കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് നടന്നത് ഡോക്ടറെ, ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. ഒരാളുടെ ചെവി അടിച്ച് പൊട്ടിക്കുക, ഇനി കൈകൊണ്ടാണ് അടിച്ചത് എങ്കിൽ ഇറ്റ് ഈസ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 325 ഓഫ് IPC, ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ലാത്തി കൊണ്ടൊരാളെ ശരീരത്തടിച്ചത് മാരകമായ അടിയാണെങ്കിൽ 326, എല്ലിന് പൊട്ടല് ഇനി ഇല്ല എന്ന് വിചാരിക്കുക, 324, അത് ക്രിമിനൽ കുറ്റമാണ്. ഒരാളുടെ കാൽവെള്ളയിൽ 3 റൗണ്ടായി 45 പ്രാവശ്യം ചൂരൽ വടിക്ക് അടിക്കുന്നത് അത് അതിഭീകരമായ ക്രിമിനൽ ഒഫൻസ് ആണ് സർ. ആ ക്രിമിനൽ കുറ്റത്തിന് പോലീസുകാരന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമം അവന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയല്ല, അവനെ ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്തേ. 5-ാം തീയതി നടന്ന സംഭവത്തെ കുറിച്ച് 12-ാം തീയതി പരാതി കൊടുത്തു. ഇയാൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണ്ടേ? ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം പരാതി കൊടുത്തു. അങ്കിത് അശോക് എന്ന് പറയുന്ന ACP, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, ഈ ദൃശ്യങ്ങൾ അദ്ദേഹം കണ്ടു. ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു റിപ്ലൈ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം? ഞങ്ങൾ ഇതൊക്കെ കണ്ടിരുന്നു, എന്നിട്ട് ഇന്റേണൽ ആയിട്ടുള്ള നടപടി സ്വീകരിച്ചു. ഇങ്ങനെ ആളുകളെ തല്ലിച്ചതയ്ക്കുന്നവർക്ക്, കൈയും കാലും തല്ലി ഓടിക്കുന്നവർക്ക്, അവരുടെ ചെവി അടിച്ച് പൊട്ടിക്കുന്നവരുടെ ഇൻക്രിമെന്റ് തടഞ്ഞു. ഈ മെക്കാനിസത്തെ കുറിച്ചൊക്കെ പറയുന്നു സാർ. മെക്കാനിസം ഒക്കെ അവിടെ നിൽക്കട്ടെ. ആ മെക്കാനിസത്തെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രി പറയണം, ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഇന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ജാലിയൻവാലാബാഗിലെ പോലീസ് വെടിവെപ്പ് മുതൽ ഇങ്ങോട്ട് തുടങ്ങി പോലീസിനെ ന്യായീകരിക്കുന്ന സംഭവമല്ലേ? ഞാൻ ചോദിക്കുന്നു, കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കുന്നുവെങ്കിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ പോലീസ് മർദ്ദനവും ന്യായീകരിക്കപ്പെടേണ്ടതല്ലേ? അന്നത്തെ പോലീസ് മർദ്ദനം ന്യായീകരിക്കപ്പെടേണ്ടത്. ഒരു പോലീസ് മർദ്ദനവും സാർ ന്യായീകരിക്കപ്പെടരുത്. പോലീസിലെ ക്രിമിനലുകൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിന് രാഷ്ട്രീയമായ മറയല്ല. പീച്ചിയിലെ ഒരു അച്ഛനെ മകനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛന്റെ മുമ്പിലിട്ട് മകനെ അടിക്കുന്നു, മകന്റെ മുമ്പിലിട്ട് അച്ഛനെ അടിക്കുന്നു, എന്നിട്ട് അയാള് വീണ്ടും പ്രൊമോഷൻ നേടി വീണ്ടും ഈ ഗുണ്ടാഗിരി നടത്തുന്നു. അവിടെ നടക്കുന്ന എക്സ്റ്റോർഷനാണ് സാർ.
എന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നത്, 5 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നത്, അതിന് വകുപ്പ് തല എന്താ പറഞ്ഞ ഹൈറാർക്കിയോ മെക്കാനിസത്തിലുള്ള നടപടിയല്ല. ഇവർക്കെതിരെ എക്സ്റ്റോർഷന് FIR ഇട്ട് ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. അറസ്റ്റ് ചെയ്തേ മതിയാവൂ. അതല്ലാതെ ഈ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവന് വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന കാരണത്താൽ 307 വധശ്രമത്തിന് കേസെടുക്കുന്നു. ഇവിടെ ലാത്തി കൊണ്ട് ഒരുത്തന്റെ കാലിൽ 25 പ്രാവശ്യം 45 പ്രാവശ്യം അടിക്കുന്നു. അവന്റെ ചെവിക്കൽ അടിച്ച് എന്താ പറഞ്ഞ കർണപടം പൊട്ടിക്കുന്നു. ഒരു നടപടിയില്ല. ഞാൻ ചോദിക്കുന്നു, ഈ പോലീസുകാരൻ അടിച്ച ഒരടി, ആദ്യത്തെ 2 കൊലപാതകം കഴിഞ്ഞ് ചെന്താമര വന്നപ്പോ ചെന്താമരയുടെ ചെവിക്കുറ്റിക്ക് ഒരടി കൊടുത്തിരുന്നെങ്കിൽ പിന്നത്തെ 3 കൊലപാതകം ഉണ്ടാവില്ല സാർ. ആ ഗോവിന്ദച്ചാമിയുടെ ചെവിക്കുറ്റിക്ക് നിങ്ങൾ ഈ പോലീസുകാർ ഇപ്പൊ ഒരടി കൂടി കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അവൻ ജയിലിൽ ചാടാനായിട്ട് വരത്തില്ല. അപ്പോ ക്രിമിനലുകൾ, കൊടിസുനിയെ പോലുള്ള ആളുകൾ, ഗോവിന്ദച്ചാമിയെ പോലുള്ള ആളുകൾ, ചെന്താമരയെ പോലുള്ള ആളുകൾ, അവരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ നടന്ന് ചിരിച്ചു കളിച്ച് നടക്കുന്നു. പാവപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പോലീസ് സ്റ്റേഷനിൽ അവനുണ്ടായ അനുഭവം 50 കൊല്ലം മുമ്പ് പിണറായി വിജയൻ, അതൊരു പക്ഷേ അടിയന്തരാവസ്ഥയിലാ, പൗരാവകാശങ്ങൾ മുഴുവൻ ഒരു ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ഒരു കാലഘട്ടത്തിലാണ്. ഇത് 50 കൊല്ലം കഴിഞ്ഞ് ഇതുപോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളെ, എന്നിട്ട് അവന്റെ പേരിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തി 353, പോലീസിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു 332, ഈ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പോലീസ് നടത്തുന്ന ഈ അട്രോസിറ്റിയെ ഞാൻ ജയചന്ദ്രൻ സാറിനോട് പറയുന്നു, അങ്ങയുടെ മാധ്യമ പ്രവർത്തനത്തെ വളരെ വളരെ ആദരവോടുകൂടി, കാരണം അങ്ങ് നടത്തുന്ന ചർച്ചകളിലെ അങ്ങയുടെ വിഷയത്തെക്കുറിച്ചുള്ള പഠനവും അതൊക്കെ ഞാൻ വളരെ ആദരവപൂർവ്വം കേൾക്കുന്ന ഒരാളാണ്. പക്ഷേ പോലീസിന്റെ മർദ്ദനത്തെ സാർ നമ്മൾ ന്യായീകരിക്കരുത്. അത് ന്യായീകരിക്കാൻ പോയാൽ ഈ നാട്ടിലെ പൗരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവും. ജോയലിന്റെ കൊച്ചമ്മയുടെ കരച്ചിലും ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ വിലാപവും അതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേൾക്കണം. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, രതീഷിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ, ന്യൂഹ്മാനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, ഷാജഹാനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, മധുബാബുവിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, they are not suited for this police department. They are to be retrenched. They are to be removed from this force. A rotten apple, single apple will destroy the entire apple box എന്നാ പറയുന്നത്. അത് ഇവരെ മാറ്റിയില്ലെങ്കിൽ ഈ സേന നന്നാവില്ല സാർ. അതേ എനിക്ക് പറയാനുള്ളൂ. വിജിൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മർദ്ദനം അത് പോലീസുകാരിൽ നിന്ന് ഉണ്ടാവരുത്, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനവർ വില കൊടുക്കണം. അതിന് ഇത്തരത്തിലുള്ള വകുപ്പ് തല നടപടികൾ അപര്യാപ്തമാണ്. അവർക്കെതിരെ FIR എടുത്ത് കേസെടുക്കണം എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അത് അവതരിപ്പിക്കുന്നതിൻ്റെ ആവേശത്തിൽ അദ്ദേഹം ചിലർക്കൊക്കെ, ഗോവിന്ദചാമിയെ പോലുള്ളവർക്ക്, ചെന്താമരയെ പോലുള്ളവർക്ക് അടി കൊടുക്കാം എന്ന് പറഞ്ഞു. അത് ആനുഷംഗികമായിട്ടങ്ങ് പ്രാസംഗികമായിട്ട് പറഞ്ഞു പോയതായിരിക്കും. അതിന് ഒരു പൊതുസമ്മതി കിട്ടില്ല. അതാണ് സാർ ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് ലൈസൻസായി മാറുന്നത്. അതുകൊണ്ട് പക്ഷേ അത് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് വെക്കുന്നു. പക്ഷേ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ സ്വരമാണ്. എടുത്ത നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിലപ്പുറം എന്തെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ പോലീസിംഗ് രീതിയിൽ ചരിത്രപരമായി ഇടപെട്ട് മാറ്റം വരുത്തിയ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇത്തരക്കാരെ വെച്ച് പൊറുപ്പിക്കില്ല, അവർക്കെതിരെ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ്. അങ്ങനെയാണ് 144 പേർക്കെതിരെ നടപടിയെടുത്തത്, അവരെ പിരിച്ചുവിട്ടത് ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിലുള്ള ഒരു രീതി തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ 8 കേസിലും ഇനി എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിലും ഉണ്ടാകുമെന്ന് കേരളത്തിന് ഉറപ്പിക്കാമോ? മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചർച്ചയിൽ കൂട്ടിച്ചേർക്കാൻ MLA വിജിൻ, താങ്കൾക്ക് എന്താണുള്ളത്? അല്ല, ഇവിടെ വളരെ കൃത്യമായി നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി, നമ്മുടെ വക്കീലിൻ്റെ ഇവിടുത്തെ ആർഗ്യുമെൻ്റ് കേട്ടാൽ കേരള പോലീസ് സേന തന്നെ രൂപീകരിച്ചത് 2016-ലാണ്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് പോലീസ് സേന രൂപീകരിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, പോലീസിൻ്റെ ചരിത്രം പറയുമ്പോൾ മുഖ്യമന്ത്രി ബ്രിട്ടീഷ്, ആ ചരിത്രം തന്നെ പറയണം സർ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ തുടർച്ചയായി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുമ്പോൾ ഇന്ന് കേരള നിയമസഭയിൽ, അതായത് വളരെ കൃത്യമായി ഒരു കണക്ക് നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞ 2 സംഭവം, ഞാനത് ഇവിടെ ചരിത്രാവർത്തിക്കുന്നില്ല, പാടിക്കുന്നും അതുപോലെ തന്നെ ഒഞ്ചിയും.
മുഖ്യമന്ത്രി വെറുതെ പറഞ്ഞതല്ല അത്. അങ്ങ് അതിനെ ഒരു പരിഹാസി തന്നെയാണ് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. ആ ചരിത്രം മനസ്സിലാക്കാനാണ്. എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്? 1950 മെയ് 4 പാടിക്കുന്നിൽ അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുത്ത 2 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെ 1 പ്രതികളെയും ആരും കാണാത്ത ഇടത്തേക്ക് കൊണ്ടുപോയി വെടിവെച്ച് കൊന്നതിന് ശേഷം ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞത് ഏത് കാലം? ആ പോലീസാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിന്ന് 1950 ഇന്ത്യ റിപ്പബ്ലിക്കായതിന് ശേഷമുള്ള കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലെ പോലീസ് എന്ന് പറഞ്ഞ ഒഞ്ചിയുണ്ട്. പോലീസ് സ്റ്റേഷനിലെ മൃഗീയമായ മർദ്ദനത്തിൻ്റെ മണ്ടോടി കണ്ണൻ്റെയും സഖാവ് കുമാരൻ്റെയും ചരിത്രമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതെല്ലാം പറയേണ്ടതുണ്ട്. ആ പോലീസിനെയാണ് ഘട്ടം ഘട്ടമായി നവീകരിച്ചത്. ഇനി നിങ്ങളുടെ കാലത്തെ പോലീസ് വരാം. കേരളത്തിലെ UDF ഭരണകാലത്തിലെ പോലീസ്. ഇവിടെ വക്കീൽ പറയുമ്പോൾ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, വകുപ്പ് 326-ഉം 324-ഉം അങ്ങ് പറഞ്ഞ ലാത്തി കൊണ്ട് അടിച്ചാൽ എന്നാണല്ലോ. ഒരു വിദ്യാർത്ഥി സമരത്തിന് നേരെ വെടിയുതിർത്ത പോലീസ് ഓഫീസറെ നിങ്ങളുടെ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഒരു വിദ്യാർത്ഥി സമരം തെറ്റായ രീതിയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ ഗവൺമെൻറ് മെറിറ്റ് നോക്കാതെ പ്രവേശിപ്പിച്ചതിനെതിരെയുള്ള സമര, അല്ലാതെ കലാപശ്രമമൊന്നുമല്ല. പോലീസ് ഓഫീസർ വെടിവെച്ചു. എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞു ലാത്തി കൊണ്ടടിച്ചു എന്ന്. തിരുവനന്തപുരത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ എൻ്റെ കൂടെ SFIയിൽ പ്രവർത്തിച്ച നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് 15 പോലീസുകാർ ചേർന്ന് മൃഗീയമായി മർദ്ദിച്ച് ലാത്തി പൊട്ടി തകർന്ന് നിയാസ് 6 മാസം എഴുന്നേറ്റില്ല, കിടന്നുപോയി. എന്തു ചെയ്തു? എന്നിട്ട് അവസാനം നിയാസിനെതിരെ PDPP കേസാണ്. എന്താ അറിയോ? ലാത്തി പൊട്ടിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു. ആ കാലം ഓർമ്മ വേണം. ഞാൻ ഒറ്റ അനുഭവം കൂടി പറയാം. ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന പയ്യന്നൂരിലെ നിഷാദ്, അദ്ദേഹത്തെ ഞാൻ ഒന്നിച്ചുണ്ടാവുമ്പോഴാണ് പയ്യന്നൂർ കോളേജിൽ വെച്ച് UDFൻ്റെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് തൊട്ടടുത്തുള്ള പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ജീപ്പിലിട്ട് മൃഗീയമായി മർദ്ദിച്ചു. സ്റ്റേഷനിൽ പോയി മൃഗീയമായി മർദ്ദിച്ചു. അന്ന് തളിപ്പറമ്പ് MLA ആയിരുന്ന സഖാവ് ജെയിംസ് മാത്യുവും ശ്രീമതി ടീച്ചറും ഉൾപ്പെടെ ആ സ്റ്റേഷൻ്റെ മുന്നിൽ പോയി കുത്തിയിരുന്നു. ആ സഖാവിനെ അന്ന് സ്റ്റേഷൻ്റെ പുറത്തേക്ക് എത്തിച്ച് കോടതിയിൽ എത്തിച്ചപ്പോൾ കോടതി അത്ഭുതത്തോടെ ചോദിച്ചു, കോടതിയിൽ നടപടിയെടുക്കുന്ന ഗവൺമെൻറ്റിനോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരന് കോടതിയിൽ പോയി നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മൃഗീയമായി മർദ്ദിച്ച അനുഭവമുണ്ട്. ആ പോലീസുകാർ എന്ത് ചെയ്തു? നിങ്ങളുടെ കാലത്ത് എന്താ നിങ്ങൾ ചെയ്തത്? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾക്ക് മുന്നേ നിരവധിയായ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളുണ്ടായിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ. എന്താ ചെയ്തത്? ആ സമരങ്ങളിൽ നിങ്ങൾ നിലപാട് എന്താ സ്വീകരിച്ചത്? ആ പോലീസുകാർക്ക് പൂമാലയിടുന്ന സമീപനാണ് നിങ്ങളുടെ ഗവൺമെൻറ് കാലത്തുണ്ടായത്. അതാ മുഖ്യമന്ത്രി പറഞ്ഞത്. ചരിത്രം അങ്ങ് മുതൽ തുടങ്ങും. അടിയന്തരാവസ്ഥയുടെ കാലത്ത് MLA ആയിരുന്നു അന്ന് സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നില്ല, കേരള നിയമസഭയിലെ ഒരു അംഗമായിരുന്നു, MLA ആയിരുന്നു. എല്ലാ പ്രിവിലേജും ഉണ്ട്, പ്രോട്ടോക്കോളും ഉണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ആ MLA ആയിരുന്ന കൂത്തുപറമ്പിൽ MLA ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചത്. ആ അനുഭവം നമ്മളുണ്ടല്ലോ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും മർദ്ദിച്ചു, വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിന്നു, വീണ്ടും വീണ്ടും മർദ്ദിച്ചു. ആ ചരിത്രമുണ്ട്. അത് നിങ്ങളുടെ പോലീസ് എന്താ നിങ്ങൾ നടപടിയെടുത്തത്? ഇന്ന് സഭയിൽ ചോദിച്ചല്ലോ, എന്താ മറുപടി പറഞ്ഞത്? പ്രതിപക്ഷ നിരയിൽ നിന്ന് ആരും മറുപടി പറഞ്ഞില്ലല്ലോ ഞങ്ങളതിനെ നടപടിയെടുത്തു എന്ന്. ഇന്ന് LDFൻ്റെ കൺവീനറുടെ TP രാമകൃഷ്ണൻ്റെ അനുഭവം പറഞ്ഞില്ലേ? കൃത്യമായും അദ്ദേഹത്തിന് നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ച്, കക്കയം ക്യാമ്പിൽ അദ്ദേഹം നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മണിയാസാനെ നിങ്ങൾ നടത്തിയ വേട്ടയാടലുണ്ടല്ലോ, എന്താ വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ നിങ്ങൾ ചെയ്തത്? ഈ ചരിത്രം നമ്മൾ VN വാസവൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. ആ സഭയിലിരിക്കുന്ന ആളുകളാണെന്നേ. സഭയിലിരിക്കുന്ന നിരവധി പേരുണ്ട് ഭരണപക്ഷത്ത്. മൃഗീയമായി മർദ്ദനത്തിന് UDFൻ്റെ പോലീസിൻ്റെ കിരാതമായി മർദ്ദനം ഏറ്റുവാങ്ങിയവർ. എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? അതുകൊണ്ട് 2016 കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് വരുന്നതും പോലീസ് സംവിധാനം ഉണ്ടായത് എന്ന മട്ടിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയരുത്. ചരിത്രം പറയാൻ പോയാൽ ഒരുപാടുണ്ട് പറയാൻ. എന്ത് നടപടിയാണ് ഈ ഘട്ടങ്ങളിൽ സ്വീകരിച്ചത്? സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഡിസ്മിസലിനെ കുറിച്ചാണല്ലോ പറയുന്നത്. സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? താക്കീത് കൊടുത്തിട്ടുണ്ടോ? ഞാനീ പറഞ്ഞ കേസുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇതെല്ലാം മുൻ അനുഭവങ്ങളാണ്. എന്നാൽ ആ മുൻ അനുഭവങ്ങൾ വെച്ച് നിൽക്കുകയല്ല കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്തത്, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് 144 പേരെ ഡിസ്മിസ് ചെയ്തത്. ഏത് വർഷം കൊണ്ടാണ്? 16 മുതൽ 25 വരെയുള്ള കാലയളവിൽ 144 പേരെ ഡിസ്മിസൽ ചെയ്തു. അതിന് നടപടിക്രമമുണ്ടെന്നേ. ഘട്ടം ഘട്ടമായ നടപടിക്രമം പൂർത്തീകരിക്കും. അതാണ് ജയേന്ദ്രൻ സാർ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞത്. ഇവിടെ തെറ്റ് ചെയ്ത പോലീസുകാരനെ സംരക്ഷിച്ചോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും? സംരക്ഷിച്ചിട്ടില്ലെന്ന് മാത്രമല്ല,
അയാൾക്കെതിരെ നടപടിയെടുത്തു. ഒരു SI-ക്കും 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. 2 വർഷത്തെ അവരുടെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? അവിടെ അവസാനിപ്പിച്ചോ? എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? അന്വേഷണം തുടരുകയാണ്, വകുപ്പ് തല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ഓരോ കേസിലും ഈ പറഞ്ഞ 10 കേസ് കൊടുത്ത് നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. നിങ്ങളുടെ കാലത്തെ പോലീസിംഗ് സംവിധാനത്തെക്കുറിച്ച്, ആ പോലീസിംഗ് സംവിധാനത്തിലേക്കല്ല കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ പിണറായി വിജയൻ നയിച്ചത്. ഈ 9 വർഷം കൊണ്ട്, ഞാൻ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് പൂർത്തീകരിക്കും, 9 വർഷം കൊണ്ട് ഇന്ത്യക്ക് മാതൃകയാകുന്ന ഒരു ആഭ്യന്തര വകുപ്പ് സംവിധാനമാണ്. ക്രമസമാധാന നിലയിൽ നമ്പർ 1 കേരളമാണ്. നമ്പർ 1 ആണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്. ഇന്ത്യ, ഞാൻ എല്ലാ അവാർഡുകളിലേക്ക് പോകുന്നില്ല, സമയപരിമിതി കൊണ്ട്. ഒരു വർഗീയ കലാപം ഉണ്ടായോ ഈ കേരളത്തിൽ? റിപ്പോർട്ട് ചെയ്തോ? എത്ര ശ്രമങ്ങൾ നടത്തി? ആലപ്പുഴയിൽ നടത്തി, പാലക്കാട് നടത്തി, മറ്റ് പലയിടങ്ങളും നടത്തി. എന്തേ ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത ഒരു നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയത്? അതുകൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പിനെ അംഗീകരിച്ചത്. വളരെ മാതൃകാപരമായി ഈ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുകയും പോലീസ് സേനക്കകത്ത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ശക്തമായി വരുത്തി നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ കർശനമായ നടപടിയെടുത്ത് അതിൻ്റെ നിയമപരമായ ഭാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ കാലത്തുള്ള അനുഭവങ്ങൾ കുറേയുണ്ട്. ഞാനത് ഇനിയും ഞാൻ ഒറ്റ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. UDFൻ്റെ കാലത്ത് ഇവിടെ പറഞ്ഞല്ലോ, ഇന്ന് സഭയിലും ചർച്ച ചെയ്തൊരു ഭാഗമുണ്ട്, രാജനെ ഉരുട്ടിക്കൊന്ന ചരിത്രമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താ അവിടെ ഉണ്ടായത്? ആ ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഉണ്ടായ ദുരനുഭവം ഉണ്ട്. ആരുടെ കാലത്താണ്? എന്താ നിങ്ങൾ സ്വീകരിച്ച നടപടി? ആലപ്പുഴയിൽ നബിദിന റാലിക്ക് UDFൻ്റെ കാലത്ത് നബിദിന റാലിക്കെതിരെ പോലീസ് വെടിവെച്ചു. ആലപ്പുഴയില 2 പേരാണ് ആ നബിദിന റാലിയിലേക്ക് UDFൻ്റെ പോലീസ് വെടിവെപ്പിനെ തുടർന്ന് മരിച്ചു വീണത്. എവിടെയാ? കേരളത്തിലുണ്ടായ ചരിത്രമാണ്. ഇതാ ഒരു 11 വയസ്സുകാരിയായ സിറാജുന്നീസ എന്ന പെൺകുട്ടി വീട്ടിൻ്റെ മുറ്റത്താണ്, കുഞ്ഞു മോളാണ്, നമ്മുടെ മോളാണ്. ആ മോള് വീടിൻ്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFൻ്റെ പോലീസിൻ്റെ വെടിയേറ്റ് ആ പിഞ്ചുകുഞ്ഞ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ മരിച്ചു വീഴുന്നത്. ഇതാ നിങ്ങളുടെ പോലീസിൻ്റെ ചരിത്രം. UDFൻ്റെ കാലത്തെ പോലീസിൻ്റെ ചരിത്രം ഇതാ. എന്തിനു വേണ്ടിയിട്ടാണ്? BJPയുടെ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ ഏകായാത്ര. ആ യാത്രയ്ക്ക് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൂടെ റൂട്ടൊരുക്കി കൊടുത്തിട്ടാണ് ഈ കലാപത്തിനുള്ള നീക്കം നടത്തിയത് നിങ്ങളുടെ UDFൻ്റെ കാലത്ത് പോലീസ് സംവിധാനം. ഈ ചരിത്രമുണ്ട്. ഇതൊക്കെ പങ്കുവെച്ച് പോയാൽ ആ പോലീസിൽ നിന്ന് UDFൻ്റെ കാലത്ത് നിങ്ങൾ പറയും നടപടികൾ നമുക്ക് പരിശോധിക്കാം. ഓരോന്ന് എത്ര നടപടി എടുത്തിട്ടുണ്ട്? മൃഗീയമായ വേട്ടയാടലിൽ എത്ര നടപടി എടുത്തിട്ടുണ്ട്? ആർക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ആര് ഇഗ്രിമെൻ്റ് കട്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ പറയൂ. ഞങ്ങളിതാ പറയുന്നു, 144 പേരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ആർജവം കാണിച്ചിട്ടുണ്ട്. തെറ്റുകാരെ സംരക്ഷിച്ചിട്ടില്ല. പോലീസ് സേനയെ ഇന്ത്യയിലെ നമ്പർ 1 സേനയാക്കി മാറ്റി. നിങ്ങളുടെ കാലത്തെ പോലെ ജിഷയുടെ കൊലക്കേസിൽ ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ട് അന്വേഷണം നടത്തുന്ന പോലീസല്ല ഈ പോലീസ്. ഇന്ത്യയിൽ കുറ്റാന്വേഷണം കണ്ടെത്തുന്നതിൽ ഏത് ഏജൻസിയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു അന്വേഷണ സംവിധാനമായിട്ട് കേരളത്തിൻ്റെ പോലീസിനെ മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ മാതൃക തീർത്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിയും. തെറ്റുകാരെ ഒരിക്കലും സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ പലതവണ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 9 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിലെ പോലീസ് സേനയിൽ നിന്ന് 144 പേർ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ വാക്കുകൾ ഒരുപക്ഷെ ഈ ചർച്ചയിൽ ദിശാസൂചകമായിരിക്കും എന്ന് കരുതുന്നു. തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകില്ല. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? ഇന്ന് നിയമസഭയിൽ മുഴങ്ങിയ മുഖ്യമന്ത്രിയുടെ ചോദ്യമാണ്, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ കുറ്റവാളികളായ പോലീസുകാർക്കെതിരെ സ്വീകരിച്ച ഒരു സർക്കാരുണ്ടോ എന്ന്.
അതിനൊരു മറുപടി അവിടെ ഒന്നും ഉണ്ടായില്ല. മറ്റ് സമയത്തും ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കണക്കുകളുടെ പിൻബലമില്ലാതെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് പറയുന്നൊരു കാഴ്ച മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജയചന്ദ്രൻ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്ന് മാത്രമല്ല, അതിന് ഉപോത്ബലകമായ കണക്കുകളും മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ, ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഇന്നലെയുടെ കാര്യങ്ങളുടെ തുടർച്ചയായി തന്നെ വേണ്ടേ ചർച്ച ചെയ്യാൻ. ഇന്ന് നിയമസഭയിലും പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി, അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ ദീർഘമായ മറുപടി അല്ല വേണ്ടത്, ഈ പിരിച്ചുവിടൽ പ്രഖ്യാപനമാണ് വേണ്ടത് എന്ന തരത്തിൽ ഒരു പരാമർശമുണ്ടായി. ഇവിടെയും അത്തരത്തിലുള്ള ഈ പഴയ കാര്യങ്ങൾ ആവശ്യമില്ല എന്നൊരു കാര്യമുണ്ടായി. പഴയ കാര്യങ്ങൾ വേണ്ടേ, പഴയ ചെയ്തികൾ കണക്കിലെടുക്കണ്ടേ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ കണക്കിലെടുക്കണ്ടേ, എങ്കിലല്ലേ ഒരു സമൂഹത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആരോഗ്യകരമായി അതിനെ നോക്കിക്കാണാനും തീരുമാനങ്ങളെടുത്ത് നീതിപൂർവകമായി മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ജയചന്ദ്രൻ. ഹലോ, കേൾക്കാമോ NBC? കേൾക്കാം, പറയൂ. ഹലോ ജയചന്ദ്രൻ, കേൾക്കാം, ഇവിടെ ക്ലിയർ ആണ്, പറഞ്ഞോളൂ. അതെ, ഇപ്പോൾ പിന്നെ ശ്രീ ഓക്കെ പ്രിയപ്പെട്ട സേനാപതി ചോദിച്ചൊരു ഒരു സംഗതി ഉണ്ടല്ലോ, തൊടുപുഴയെ ഉദാഹരിച്ചുകൊണ്ട് AYF നടത്തിയ സമരം, ഇന്നത്തെ സമരം ശരിയാണ്. പിന്നെ AYF മാത്രമല്ല, DYFIയും പിന്നെ CPIM-ഉം CPI-യും ഒക്കെ LDF-ന്റെ കക്ഷികൾ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷത്തിൽ ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഉടൻ സമരം ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സേനാപതി? LDF-ന്റെ നയമല്ല പോലീസ് ഇടിമുറികൾ, പോലീസ് ലോക്കപ്പുകൾ ഇടിമുറികളാകുന്നതും പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൻ്റെ കേന്ദ്രങ്ങളാകുന്നതൊന്നും LDF നയമല്ല. അത് ആവർത്തിച്ച് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ AYF-ലുള്ള ചെറുപ്പക്കാർ അത്തരത്തിലുള്ള അനീതി അവരുടെ ഏതെങ്കിലും പ്രവർത്തകർക്കുണ്ടായാൽ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നതിനെ ഒന്നും അത് തെറ്റാണ്, നിങ്ങളുടെ ഭരണമല്ല ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതാണ് ശരി. പോലീസ് അങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ അങ്ങനെ സമരം ചെയ്യുന്നതെന്നേ. എന്താ കുഴപ്പം? പക്ഷെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ NBC പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, 2006 പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. പ്രകാശ് സിംഗ് DGP ആയിരുന്നു ഹരിയാനയിലെ. അപ്പോൾ 1870 പോലീസ് ആക്ട് നവീകരിക്കണം, അതാണ് വരുന്നത്. ചെയ്തത് എവിടെയാണ്? ആദ്യം ചെയ്യുന്നത് കേരളത്തിലാണ്. അന്ന് VS-ൻ്റെ ഗവൺമെൻറ്റാണ്, പിന്നെ ആഭ്യന്തരമന്ത്രി കോടിയേരിയാണ്. നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു പോലീസ് ആക്ട് നവീകരിക്കാൻ. ഗംഭീരമായിട്ട് നവീകരിച്ചില്ലേ? 2009, 2010 കാലഘട്ടങ്ങളിൽ ആ നവീകരണം വന്ന് കാര്യങ്ങളെല്ലാം ആയിട്ടും ഗവൺമെൻറ്റിന് നിയമമാക്കാമായിരുന്നു അപ്പം തന്നെ. പക്ഷെ അത് ചെയ്തില്ല. എന്താണ് ചെയ്തത്? സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. VD സതീശൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ് ആ സംഗതി, ഞാൻ അവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ അത് പോലീസ് ആക്ട് ഭേദഗതി നമ്മുടെ 2011 അറിയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പോലീസിൽ CPO, സിവിൽ പോലീസ് ഓഫീസർ എന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. അത് കോടിയേരിയുടെ കാലത്ത് ഇത് ആക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റവുമാണ്. അങ്ങനെ പല മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വിശദാംശങ്ങളിൽ പോകാൻ സമയമില്ല. പക്ഷെ അങ്ങനെ നവീകരിക്കപ്പെട്ട പോലീസിൽ ഒരിക്കലും LDF ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. പോലീസിൻ്റെ ഇത്തരത്തിലുള്ള കിരാതത്വങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് വരുമ്പോൾ ശക്തിയായിട്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിനോട് യോജിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. തെറ്റാണ്. ഈ പോലീസ് ഷാജഹാൻ അടക്കം ഈ മധുബാബു അടക്കം ചെയ്യുന്ന ഒരു നടപടികൾക്കും ഞാൻ പിന്നെ തുറന്നാണ് വിമർശിക്കുന്നത്, അതൊന്നും യോജിക്കുകയില്ല. പക്ഷേ ഇവരെ എല്ലാം പിടിച്ച് ഇപ്പം തന്നെ നിരത്തി നിർത്തി നിന്നെ പുറത്താക്കിയിരിക്കുന്നു സർവീസിൽ നിന്ന് എന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം ജനാധിപത്യ ഭരണകൂടമാണ്, അവർ സിവിൽ സർവൻസാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ആ നടപടിക്രമങ്ങളിലൂടെ പോയിക്കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ചെയ്യും എന്നുള്ള തർക്കമൊന്നും വേണ്ട. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രത്യേകം പറഞ്ഞ 144 പേര് ഈ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. 1073 പേരിൽ ഏതാണ്ട് 700 ചില്ലാനം പേരുടെ കാര്യത്തിൽ FIR ഇടുക മാത്രമല്ല ചാർജ് ഷീറ്റും കൊടുത്തു കഴിഞ്ഞു. താങ്കൾ FIR ഇടുന്ന കാര്യം പറഞ്ഞു. FIR ഇടാൻ എളുപ്പമാണ് സർ, പക്ഷേ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 1073 പേരിൽ 700 ചില്ലാനം പേരിൽ ചാർജ് ഷീറ്റും കൊടുത്തു കഴിഞ്ഞു ഈ സർക്കാരിൻ്റെ ഈ കാലത്ത്.
അത്രയും അഡ്വാൻസ് ചെയ്തിട്ട് നമ്മുടെ പോലീസിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുണ്ട്. അവരെ വെച്ച് പൊറപ്പിക്കരുത് എന്നുള്ളത് താങ്കളുടെ നിലപാട് പോലെ തന്നെ എൻ്റെയും NBCയുടെയും വിജിൻ്റെയൊക്കെ നിലപാട് മറ്റൊന്നുമല്ല, അത് തന്നെയാണ്. അത് അവരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ നിരത്തി നടപടിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ആ ഡ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാനായിട്ട് ഭരണപക്ഷം തയ്യാറായതും വളരെ ഉത്തരവാദിത്തോടെയും ചങ്കൂറ്റത്തോടെയും അക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവാദം നിയമസഭയിൽ നടന്നതും എന്നുള്ളത് കാണാതിരിക്കാൻ ജനങ്ങളത് കാണുന്നുണ്ട് എന്നുള്ളതെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ജയചന്ദ്രൻ, തിരിച്ചു വരാം. സേനാപതി വേണു, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളുടെ വാദങ്ങൾ ഉപസംഹരിച്ചുകൊണ്ട് താങ്കൾ എന്താണ് ഒരു മിനിറ്റ് സമയമെടുത്ത് പറയുക? അല്ല, ഞാൻ 1/2 മിനിറ്റ് സമയം എടുക്കുന്നുള്ളൂ, 1 മിനിറ്റ് സമയം എടുക്കുന്നില്ല. ബഹുമാന്യായ വിജയൻ ഇവിടെ പറഞ്ഞത് കാലത്തിനനുസരിച്ച് കേരളത്തിലെ പോലീസ് മാറിയെന്നാണ്. കാലത്തിനനുസരിച്ച് മാറാത്തത് കൊണ്ടാണ് 3 KSU പ്രവർത്തകരെ അജ്മൽ കസബിനെ കൊണ്ടുവരുന്നത് പോലെ മുഹമ്മൂടിയും വിലങ്ങും ധരിപ്പിച്ചു കൊണ്ടുവരുന്നത്. അവർ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തു, അല്ല വിദ്യാർത്ഥികളുമായിട്ട് അടിയുണ്ടാക്കി എന്നുള്ളതാണ്. പൂക്കോട്ടൂർ സർവകലാശാലയിൽ തല്ലിക്കൊന്നവരുടെ പേരിൽ അങ്ങനെയൊന്നും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. 2, രാജനെ ഉരുട്ടിക്കൊന്ന പോലീസ് രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്നത് നെടുങ്കണ്ടത്ത് 2018 ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ പോലീസ് സേന 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഗുരുതരമായ ഒരു കൃത്യമാണ് കഴിഞ്ഞ് 10 കൊല്ലം കൊണ്ടുണ്ടായിരിക്കുന്നത്. 826 പോലീസ് ഉദ്യോഗസ്ഥന്മാര് ASC മുതൽ മുകളിലേക്കുള്ളവര് ഞങ്ങൾ സ്വയം വിരമിക്കലിന് ഇതിനകത്ത് തുടരാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. മുഖ്യമന്ത്രിയുടെ കൺമുമ്പിൽ വെച്ചാണ് ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ ജാഥ നടക്കുമ്പോൾ ആ ജാഥയിൽ നിന്ന് സഫാരി സ്യൂട്ടുമായി അദ്ദേഹത്തിന്റെ അകമ്പടി വാഹനത്തിൽ നിറങ്ങി അദ്ദേഹത്തിന്റെ എന്താ പറയുക സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ, യൂണിഫോം പോലുമല്ല, ഞങ്ങളുടെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MD തോമസിനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുവലിനെയും 6 അടി നീളമുള്ള കമ്പിവടിയാണോ എന്താ പറഞ്ഞ ചൂരൽ അല്ലെങ്കിൽ ഇല്ലിയാണോ എന്നറിയത്തില്ല, അടിച്ച് തല പൊട്ടിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാ ഇന്ന് നിയമസഭയിൽ പറയുന്നത് ഞങ്ങൾ കുറ്റം ചെയ്ത് ഒരാളെയും സംരക്ഷിക്കുന്നില്ല. ശ്രീ NBC ഒരൊറ്റ കാര്യം പറയുന്നു, 7/3/21 210 ദിവസം കഴിയുമ്പം രാജ്യത്ത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരും. യവന്മാരെയൊക്കെ ഞങ്ങൾ പേപ്പർ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് അന്ന് നമുക്ക് ഈ ചാനൽ ചർച്ചയിൽ ഞാനും ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് അധികം കാലമൊന്നുമില്ല, 7/3/21 ദിവസം അന്നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. ആ ധൈര്യത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ നടപടി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം, അത് എന്താ പറഞ്ഞ നിങ്ങളുടെ യുക്തി പോലെ, പക്ഷെ നടപടി ഉണ്ടാകും. ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ചോദ്യമൊന്നുമില്ല. താങ്കളുടെ വാദങ്ങൾ ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഉപസംഹരിക്കാം. അല്ല, മറ്റൊന്നുമില്ല. ഇത് ഈ കുന്നംകുളം കേസിൽ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇട്ടത് 323, 324 വകുപ്പാണ്. എന്തുകൊണ്ടാണ് അത് ഇട്ടത്? പോലീസ് ഇട്ടു എന്ന് ഇവർക്ക് പറയാൻ കഴിയില്ല. ആ വകുപ്പിൻ്റെ ഉള്ളടക്കം എന്താണ്? ആയുധങ്ങളില്ലാതെയുള്ള മർദ്ദനം, അതാണല്ലോ. കർണപുടം അടിച്ചു പൊട്ടിച്ചു എന്ന് കോടതി പറയുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നു ആർക്കെങ്കിലും? എന്തുകൊണ്ടാണ് ഈ സുജിത്ത് കർണപുടം അടിച്ചു പൊട്ടിച്ചു എന്ന് കോടതി പറയാതിരുന്നത്? കോടതി രേഖകൾ അത് ഉണ്ടാവാതെ പോയത് എന്തുകൊണ്ടാണ്? ആരുടെയാണ് കുറ്റം? ആരുടെയാണ്? അപ്പോൾ എന്നിട്ടും കോടതി ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയത് ഉത്തരവാദിത്തോടെ സ്വീകരിച്ചുകൊണ്ട് DIG അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയും DIGയുടെ അന്വേഷണത്തിന്മേൽ ഇക്കാര്യത്തിൽ നേരത്തെ എടുത്ത ഇന്ത്യൻ എൻക്വയറിയുടെ ഭാഗമായിട്ടൊരു നടപടിയിൽ പുനരന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്ത കാര്യം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഫ്ലോറിൽ പറഞ്ഞല്ലോ. നിയമസഭയിലല്ലേ പറഞ്ഞത്? അത്രയും ഉത്തരവാദിത്തോട് ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ ബാക്കി പീച്ചിയിലെ കേസിലാണെങ്കിലും കൊല്ലത്തെയും കുണ്ടറയിലെയും അടൂരിലെയും കേസിൻ്റെ കാര്യങ്ങളും മുഖ്യമന്ത്രി അവിടെ തന്നെ വിശദമാക്കിയല്ലോ. അപ്പം നിയമാനുസൃതമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ പരിമിതിയാണ് എന്ന് മനസ്സിലാക്കാതെയല്ല ഇത്തരം ആക്രോശങ്ങൾ പ്രതിപക്ഷം നടത്തുന്നതെന്നുള്ളത് വ്യക്തമാണ്. അത് പ്രതിപക്ഷവും നേരത്തെ ഭരണപക്ഷത്ത് ഇരുന്നവരാണ്. അത് അങ്ങനെ ഇരുന്ന രമേശ് ചെന്നിത്തലയാണ് പറയുന്നത് ഇതെല്ലാം പെട്ടെന്നങ്ങ് ചെയ്തേക്കണമെന്ന്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വേറെ കാര്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കണക്ക് പറഞ്ഞത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ സ്വന്തം നടപടികൾ ഇതിന് അനുസൃതമായി തന്നെ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ വരികയും ഇപ്പോൾ കോടതി പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നിന്നുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ ചെയ്യുകയും ഇനി മുമ്പോട്ട് പോവുകയും ചെയ്യും എന്ന് മുഖ്യമന്ത്രി ഫ്ലോറിൽ പറയുന്ന അംഗീകരിക്കില്ല. ഞങ്ങൾ ഇനി 7 മാസം കഴിയുമ്പോൾ വരും. ഇപ്പം അദ്ദേഹം പറഞ്ഞതാണല്ലോ, 7 മാസം കഴിയുമ്പോൾ ഞങ്ങൾ വരും, അന്നേരം ഞങ്ങൾ ഇതെല്ലാം ചെയ്യും.
അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണല്ലോ പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണു ഇവിടെ പറയുന്നത് എന്ന് മാത്രം ഖേദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചയും മൈൻഡപ്പ് ചെയ്യുന്നു. NPC യെസ് വിജിൻ, താങ്കളുടെ ഉപസംഹാര വാക്യങ്ങൾ വളരെ പെട്ടെന്ന്. ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇത്രയേ ഉള്ളൂ. ശ്രീ വക്കീൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ഭാഗമാണ്, പുഴുക്കുത്തുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിലും എന്ന പോലെ പോലീസിലും. പക്ഷേ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നിടത്താണ്. അപ്പോൾ ഏത് തെറ്റുകളെയും ന്യായീകരിക്കാതെ അതിനെ സംരക്ഷിക്കാതെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നയമാണ് പിണറായി വിജയൻ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്തരം തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കില്ല, നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. മറ്റൊരു ഭാഗം അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആയിട്ട് 7 മാസത്തിൻ്റെ കാര്യത്തെ പറഞ്ഞു. അങ്ങയോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്, കോൺഗ്രസ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ. നേരത്തെ വയനാടിൽ കർഷക ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്തു. പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതോടുകൂടി ഇടതുപക്ഷ ഗവൺമെൻറ് കർഷക ആത്മഹത്യയെ ഇല്ലാതാക്കി. VS ഗവൺമെൻറ് മുതൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് എല്ലാം കർഷകാത്മഹത്യ ഇല്ലാതാക്കി. പക്ഷേ നിങ്ങൾ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. വയനാടിൽ കോൺഗ്രസ് ആത്മഹത്യകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്തത് പാലക്കാട് MLA-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികൾ, കാരണം ഇവിടുത്തെ നിങ്ങൾക്കകത്തെ ഗ്രൂപ്പ് പേര്, മറുഭാഗത്തോ കേരളത്തിൽ ജനകീയമായി പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പി അവന് പെൻഷൻ കൊടുത്ത്, വീട് കൊടുത്ത്, അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച്, പാവപ്പെട്ടവനോട് ചേർന്ന് നിന്ന് അവൻ്റെ പ്രശ്നങ്ങളെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനകീയ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ്. ഒരു സംശയം വേണ്ട, മൂന്നാം ഗവൺമെൻറ്റിന് തന്നെയാണ്, തുടർച്ചയിലേക്ക് തന്നെയാണ് കേരളം പോകുന്നത്. ഈ നയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. ആ ജനങ്ങളുടെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് മൂന്നാമതും ഈ ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാകും. അതിലേക്ക് തന്നെയാണ് കേരളം പോകുന്നത്. ശക്തമായി അന്നും ഇന്നും ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ സർക്കാർ, ഗവൺമെൻറ് പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. തെറ്റുകാരെ കർശനമായ നടപടി സ്വീകരിച്ച് അവർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ നയം വീണ്ടും മുന്നോട്ട് വെച്ച് ഈ നാടിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും. ഒരു സംശയം വേണ്ട, ഈ ഗവൺമെൻറ്റിന് തുടർ ഭരണം ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. യെസ്, വളരെ നന്ദി ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് സേനാപതി വേണു, വിജിൻ MLA ഈ ചർച്ച മനോഹരമാക്കി തീർത്തതിന്. എന്തായാലും ചരിത്രം നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, വർത്തമാനം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. രാജസ്ഥാനിൽ കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവുകയും അവിടെ പോലീസ് സ്റ്റേഷനുകളിലെ ക്യാമറ ഓൺ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്ത് ഇടപെട്ടത് കഴിഞ്ഞ ദിവസമാണ്. സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഒക്കെ നമുക്ക് തന്നത്. അങ്ങനെ ഒരു രാജ്യത്താണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ കൂടുതൽ സുതാര്യതയിലേക്ക് പോകാൻ, കൂടുതൽ നീതിയിലേക്ക് പോകാൻ ഈ ചർച്ചകളൊക്കെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.